രാവിലെ ഒരു 6 മണിയായപ്പോൾ തന്നെ സുജിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതിനുവേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഒരു ഡിസംബർ ലാസ്റ്റ് വീക്കിൽ അവരെല്ലാവരും കൂടി ഒരു ഓഫ് റോഡ് ഇവൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ പോകുമ്പോൾ ഈ വണ്ടീൻ്റെ രൂപം കാണുന്നില്ലേ, നല്ല ഭംഗിയായിട്ട് കുട്ടപ്പനായിട്ട് പോകുന്നില്ലേ. ഇനി വരുമ്പോൾ ഞാൻ വണ്ടീൻ്റെ കോലം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നല്ല ചളിയിൽ മുങ്ങിയിട്ട് ചളിക്കുട്ടപ്പനായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതാ ഞാനിപ്പോൾ എണീച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ സുജി രാവിലെ തന്നെ എണീച്ച് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട്. എന്നിട്ട് പോകാൻ നേരത്താണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഞായറാഴ്ച എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് എണീക്കുക. അതിപ്പോൾ സുജി അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം ഇന്നിങ്ങനെ പോകാനുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര നേരത്തേക്ക് എണീച്ച് പോണത്. മക്കളൊക്കെ നല്ല ലേറ്റ് ആവും കേട്ടോ. ചിലപ്പോൾ 10, 10:30, 11 മണി വരെയൊക്കെ ചില ദിവസം കിടന്നുറങ്ങും. അപ്പോൾ ഞാൻ പല്ലും കൂടെ തേക്കാണ്ട് അങ്ങനെ മുഖമൊന്നും കഴുകിയിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ സുജിയെ വിളിച്ചപ്പോൾ ഡോറടക്ക് എണീച്ച് വാ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എണീച്ച് ഇങ്ങനെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ വെയിറ്റ് അങ്ങോട്ട് നോക്കി. അപ്പോൾ ഭയങ്കര സന്തോഷമായി. 84 കണ്ടപ്പോൾ 84.55 ആണ്. ഇന്നലെ 85 ആയിരുന്നല്ലോ. അപ്പോൾ ഇന്നലത്തേനേക്കാളും ഒരു 1/2 കിലോ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഒരു 2 കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനൊന്ന് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി, നൈറ്റ് ഡ്രസ്സൊക്കെ ആയിരുന്നല്ലോ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ടോട്ടോ വെയിറ്റ് ചെയ്യാണ് കേട്ടോ എന്നെ ഒന്ന് തുറന്നു വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആസ് യൂഷ്വൽ ഒരു മോർണിംഗ് റുട്ടീനാണ്. അവനോടൊപ്പം ഒന്ന് സമയം ചിലവഴിക്കുക എന്നുള്ളത് എനിക്കും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അവനും സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ടൈമല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യാണ് കേട്ടോ. പിന്നെ അവന് ഫുഡ് കൊടുക്കാനും, അവന് ഫുഡ് വലിയ ആവശ്യമൊന്നുമില്ല കേട്ടോ. രാവിലെ തന്നെ അവന് കൊടുത്തപ്പോൾ തന്നെ അവൻ കഴിക്കൊന്നുമില്ല. അവൻ്റെ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുക. അവിടെ എന്തെങ്കിലും ഉണ്ടോ, അവന് കടിച്ച് മുറിച്ചിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നുള്ള അന്വേഷിച്ച് നടക്കുകയാണ് ചെയ്യുക. അല്ലാണ്ട് അവന് ഫുഡ് കൊടുത്ത ഉടനെ തന്നെ അവൻ കഴിക്കൊന്നുമില്ല. അങ്ങനെ ഞാൻ രാവിലെ തന്നെ എൻ്റെ പണിയിലേക്ക് തുടങ്ങുകയാണ്. എന്നത്തെയും പോലെ ഇന്നും ഞാൻ ആദ്യം തന്നെ വെറും വയറ്റിൽ കേട്ടോ ഈ തലേന്ന് കുതിർത്തിട്ട അത്തിപ്പഴമാണ് കഴിക്കണത്. ഞാൻ 3 എണ്ണമാണ് കഴിക്കൽ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ച്, ഇപ്പോൾ ഇന്ന് മക്കളൊക്കെ സ്കൂളില്ലാത്തതുകൊണ്ട് മക്കളൊക്കെ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് അങ്ങനെ സമാധാനത്തിലിരുന്ന് ഇങ്ങനെ കുടിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ മീൻകാരൻ വന്നപ്പോൾ മീനൊക്കെ വാങ്ങാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മത്തിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറേ കാലമായി ഈ വീട്ടിൽ മത്തിയൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ മീൻ വാങ്ങണത് രാവിലത്തേക്കാണ് കേട്ടോ. പുട്ടാണ് ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ പുട്ടിലേക്ക് മീൻ കറി എന്നുള്ള രീതിയിൽ മുളകിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മത്തി വാങ്ങണത്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടിലാണ് കേട്ടോ വാങ്ങണത്. ചില ദിവസങ്ങളിൽ ചില പ്രാവശ്യം പുറത്ത് പോയിട്ട് വാങ്ങാറുണ്ട്. അല്ലെങ്കിൽ അധികവും ഞാനിങ്ങനെ സ്വിഗ്ഗിയിലാണ് വാങ്ങാറ്. അപ്പോൾ ഇവരൊക്കെ പുട്ടും മീൻകറിയൊക്കെ കഴിക്കട്ടെ. ഞാൻ സ്ഥിരം എൻ്റെ എഗ്ഗും പിന്നെ ആപ്പിളുമാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല ഭംഗിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. നമുക്കൊരു കഴിക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ വേണ്ടേ. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയിലൊക്കെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മൾ കുറേ കഴിക്കുന്ന പോലെ വരുമ്പോൾ നമുക്കൊരു ഫീല് വരികയും ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഒരു 2 എഗ്ഗും ഒരു ആപ്പിളും അങ്ങനത്തെ അല്ലാണ്ട് കാണുമ്പോൾ കുറച്ചധികം കഴിക്കുന്ന പോലെ അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് കുറച്ചൊരു മോട്ടിവേഷൻ കിട്ടാനും കൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡാണ് കേട്ടോ ഇന്ന് വീട്ടിലുള്ളത്. നല്ല ഗീ റൈസും ചിക്കൻ സ്റ്റൂ ഒക്കെയാണ്. സൺഡേ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറൊക്കെ ഉണ്ട് ഇടയ്ക്ക്. അപ്പോൾ അധികം ചിലപ്പോൾ മക്കൾക്ക് വേണ്ടി ഞാനിങ്ങനെയൊക്കെ ഗീ റൈസും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല കേട്ടോ. അപ്പം ഇന്നിപ്പോൾ മമ്മിയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മക്കൾക്ക് വേണ്ടിയിട്ട് ഗീ റൈസും ചിക്കൻ സ്റ്റൂ ഒക്കെ. അപ്പോൾ എനിക്ക് വേണ്ടി സാലഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. എഗ്ഗിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുക്കുംബർ ചെറുതാക്കിയിട്ട് അരിഞ്ഞ് അതിലേക്ക് വേറെ വെജിറ്റബിൾസ് എന്നല്ല ഞാൻ ആഡ് ചെയ്തത്. പൊമഗ്രാനേറ്റ് ഇല്ലേ, അത് പീൽ ചെയ്തത് ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഇന്ന് സാധനങ്ങൾ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു ഭംഗിയാണ്, കുറച്ച് കളർഫുള്ളായിട്ട് സാധനം കാണുകയും ചെയ്യും. ഈ കുക്കുംബറിൻ്റെ കൂടെ ഇത് കഴിക്കുമ്പോൾ കുറച്ചൊരു മധുരം കൂടി കിട്ടുമ്പോൾ
കഴിക്കുമ്പോൾ നമുക്ക് നമ്മൾ വായക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ എഗ്ഗും കൂടെ കഴിച്ചു. ഒറ്റ എഗ്ഗാണ് ഞാൻ ലഞ്ചിന് എടുത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കൊരു മധുരം ഇങ്ങനെ വായക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഉച്ചക്കത്തെ ലഞ്ച് അങ്ങോട്ട് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ ആസ് യൂഷ്വൽ മടക്കാനുണ്ടായിരുന്നു. ഈ വീട്ടിൽ ഇഷ്ടം പോലെ തുണികളുണ്ടാവും കേട്ടോ. മക്കളങ്ങനെ കുറേ ഡ്രസ്സ് മാറും, പിന്നെ ഞാനും അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെ നിറയെ തുണികളുണ്ടാവും. അപ്പോൾ അത് നല്ല പോലെ മടക്കി വെക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് വേഗം ഞാൻ എന്തായാലും റെസ്റ്റ് എടുക്കുന്ന ഒരു TV ഒക്കെ കണ്ടിരിക്കുന്ന നേരം അങ്ങോട്ട് മടക്കി വെച്ചു കേട്ടോ. സുജീൻ്റെ അനിയനുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ അവൻ മക്കളെയും കൊണ്ട് ഒന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ പുറത്ത് പോയി വരുമ്പോൾ പിന്നെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഇളനീരിൻ്റെ ജ്യൂസൊക്കെ ഒരു 3 ബോട്ടിലൊക്കെ വാങ്ങിപ്പിച്ചിട്ടാണ് മക്കൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുടിച്ച് മക്കളൊരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടോ. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഷുഗർ വെറുതെ കുടിച്ച് അലമ്പാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും കുടിച്ചില്ല കേട്ടോ. പിന്നെ ഞാനൊരു കുറച്ചൊരു ഈവനിങ് ആയപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് കഴിച്ചു കേട്ടോ. ഇതൊരു ചുട്ട അണ്ടിപ്പരിപ്പ് പോലെയുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞാൻ ഗ്രീൻ ടീ കുടിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ടാക്കാനുള്ള ഒരു മടി എന്നൊക്കെ പറയൂലേ, ആ ഒരു മടി കൊണ്ട് പിന്നെ ഞാൻ കുടിച്ചില്ല എന്ന് വേണം പറയാൻ കേട്ടോ. ഇങ്ങനെ മടി പിടിച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ ആ സമയത്ത്. അപ്പോൾ പിന്നെ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ചെറിയ മോന് ചെറിയൊരു പനി പോലെ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അവൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. ഒരു പനിയും തലവേദന പോലെ അങ്ങനെ. അപ്പോൾ അവൻ ഉറങ്ങിപ്പോയി. അപ്പോൾ മൂത്ത മോനെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗീ റൈസും ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ അത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ സ്റ്റൂവിൽ ചിക്കനും പൊട്ടറ്റോവും കഴിക്കുന്നുണ്ട്. കൊതി മൂത്ത് ആക്രാന്തം മൂത്ത് കഴിച്ചു പോയതാണ്. അപ്പോൾ ഞാൻ വേറെ ഒന്നും രാത്രി കഴിച്ചിട്ടില്ല കേട്ടോ. ഒരു ചിക്കൻ പീസും ഒരു പൊട്ടറ്റോ ആണ്, ഒരു പൊട്ടറ്റോ അല്ല, ഒരു കഷ്ണം പൊട്ടറ്റോ ആണ് ഞാൻ രാത്രി കഴിച്ചത് കേട്ടോ. അപ്പോൾ റെയിനുവിന് നാളെ എക്സാമാണ്. അപ്പോൾ അവനിരുന്ന് എക്സാമിന് പഠിക്കുകയാണ് കേട്ടോ. ആര്യനും എക്സാം ഉണ്ട്, പക്ഷെ അവനെന്തായാലും വിടാൻ പറ്റില്ലല്ലോ. പനി ഇനി വെറുതെ കൂട്ടണ്ടല്ലോ. ഇപ്പോൾ ചെറുതായിട്ടുള്ളൂ, ഇനി കൂട്ടണ്ടെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ സുജി വന്നിട്ടുണ്ടായിരുന്നു. സുജി തന്നെയാണ് കോഫി ഉണ്ടാക്കിയത്. പക്ഷേ എനിക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സുജി. പക്ഷെ മധുരം ഇട്ടിട്ടില്ല എനിക്കുള്ള കോഫിയിൽ. അപ്പോൾ ഞാൻ കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കുടിച്ച് നോക്കാനുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെ മധുരം ഇടാത്തത് എനിക്ക് വലിയ ഇഷ്ടമാവാറില്ല കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുജി ഉണ്ടാക്കി തന്നങ്ങനെ കോഫി ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ആര്യ എണീച്ച് വന്നത്. അപ്പോൾ അവന് ചെറുതായിട്ട് തലവേദന ഉണ്ട്, മൊത്തം അങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഉണർവില്ല കേട്ടോ അവന്. അപ്പോൾ അവന് കുറച്ച് ചോറ് വാരി കൊടുക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കലപില എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കൾ പെട്ടെന്ന് സൈലൻ്റ് ആയാൽ വീട് അങ്ങോട്ട് ഉറങ്ങിപ്പോകില്ലേ, അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഉള്ളത്. അപ്പോൾ ഏതായാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വലിയ സംഭവമായിട്ടുള്ള പനിയൊന്നുമില്ല. ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞ വണ്ടീൻ്റെ അവസ്ഥ കേട്ടോ. ഫുൾ ചളിയായിട്ടുണ്ട്. ഇതിപ്പോൾ കുറവാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ബെഡിലെത്തി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ ഞാൻ വെയിറ്റ് നോക്കിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല, കുറയോ കൂടുമോ ഒന്നും അറിയില്ല. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ.